Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ രാഹുൽ സദാശിവന്റെ ഭൂതകാലമെന്ന സൈക്കോളജിക്കൽ ഹൊറർ ചിത്രം സോണി ലിവിൽ കണ്ടു. സത്യം പറഞ്ഞാൽ ഈ സിനിമ ശരിക്കും എന്റെ മനസ്സിനെ പിടിച്ചുലച്ചു. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ പ്രേതഭവന അഥവാ ഹോണ്ടഡ് ഹൗസ് കഥയാണെന്ന് തോന്നും. ഇരുണ്ട മുറികൾ, വിചിത്രമായ ശബ്ദങ്ങൾ, മെല്ലെ മുറുകുന്ന ആ പിരിമുറുക്കം, സ്ലോ ബേൺ ടെൻഷൻ. എന്നാൽ അതിനെല്ലാം ഉപരിയായി ഭൂതകാലം യഥാർത്ഥത്തിൽ മാനസിക പ്രശ്നങ്ങളെയും വൈകാരിക ആഘാതങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രേതങ്ങൾ വീടിനെ മാത്രമല്ല മനസ്സിനെയും വേട്ടയാടുന്നുണ്ട്. ഷെയ്ൻ നിഗം വിനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ജോലിയില്ലാതെ, നിരാശനായി, സ്വന്തം വീടിനുള്ളിൽ, ഒരുപക്ഷേ സ്വന്തം ചിന്തകൾക്കുള്ളിലും കുടുങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരനാണ് വിനു. ഇതിഹാസതാരം രേവതി അവതരിപ്പിക്കുന്ന അവന്റെ അമ്മ ആശ ക്ലിനിക്കൽ ഡിപ്രഷനോട് പോരാടുന്ന ഒരു സ്കൂൾ ടീച്ചറാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ ഹൊറർ. ഓരോ രംഗത്തിലും ആ പിരിമുറുക്കം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. ഈ സിനിമ എന്നെ ദി ബാബഡൂക്ക് എന്ന ചിത്രത്തെ അല്പം ഓർമ്മിപ്പിച്ചു. പക്ഷേ ഭൂതകാലം ഹൊററും സൈക്കോളജിയും പൂർണ്ണമായി കൂട്ടിച്ചേർക്കുന്നില്ലെന്നതാണ് വ്യത്യാസം. സിനിമയുടെ ഇമോഷണൽ ഡ്രാമാഭാഗം വളരെ ശക്തവും മികച്ച എഴുത്തുമാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ സൂപ്പർനാച്ചുറൽ വശം അല്പം ദുർബലമായി അനുഭവപ്പെട്ടു. എങ്കിലും ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന നിലയിൽ ചിത്രം മികച്ചതാണ്. പ്രത്യേകിച്ച് സമ്മർദ്ദം താങ്ങാനാവാതെ പതുക്കെ പരസ്പരം അകന്നുപോകുന്ന ഒരമ്മയുടെയും മകന്റെയും. പ്രകടനത്തിന്റെ കാര്യമെടുത്താൽ ഷെയ്ൻ നിഗം ഗംഭീരമാണ്. ആ കണ്ണുകളിൽ വേദനയും ആശയക്കുഴപ്പവും നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. രേവതി എപ്പോഴത്തെയും പോലെ അതിഗംഭീരമായി അഭിനയിച്ചു. അവരുടെ സാന്നിധ്യം തന്നെ സിനിമയുടെ അന്തരീക്ഷത്തെ കൂടുതൽ ഭാരമുള്ളതും റിയലുമാക്കുന്നു. സാങ്കേതികമായി ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനും ലൈറ്റിംഗും മികച്ചതാണ്. എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുൻപുള്ള ആ നിശബ്ദ നിമിഷങ്ങൾ ഭയം നന്നായി ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജംപ് സ്കെയറുകളോ ഉച്ചത്തിലുള്ള പ്രേതങ്ങളെയോ പ്രതീക്ഷിക്കരുത്. ഇതൊരു സ്ലോ ഇമോഷണൽ ഹൊററാണ്. സിനിമ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരം. മുത്തശ്ശിയുടെ മരണശേഷം ആ വീടിനുള്ളിൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നു. അവർക്ക് ചുറ്റും മാത്രമല്ല, അവരുടെ മനസ്സിനുള്ളിലും കൂടി. ഓരോ രംഗം കഴിയുംതോറും നിശബ്ദത കൂടുതൽ കനയ്ക്കുന്നതായി നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും. വിനുവിന് പതുക്കെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർവരമ്പ് മാഞ്ഞുപോകുന്നു. രാഹുൽ സദാശിവൻ ഇവിടെ വില കുറഞ്ഞ ഹൊറർ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. പകരം അദ്ദേഹം ഭയം കെട്ടിപ്പടുക്കുന്നത് വികാരങ്ങളിലൂടെയും അന്തരീക്ഷത്തിലൂടെയുമാണ്. ക്യാമറ പതുക്കെയാണ് ചലിക്കുന്നത്. സൗണ്ട് ഡിസൈൻ നമ്മെ വേട്ടയാടുന്നതാണ്. കൂടാതെ ഓരോ ഫ്രെയിമും തണുത്തതും ഇടം മുട്ടിക്കുന്നതുമായ ക്ലോസ്ട്രോഫോബിക് അനുഭവപ്പെടുന്നു. സിനിമ കഴിയുമ്പോൾ ഭൂതകാലം നമ്മെ ചിന്തിപ്പിക്കുന്നു. അത് ശരിക്കും ഒരു പ്രേതമായിരുന്നോ, അതോ തകർന്നുപോയ ഈ രണ്ട് മനുഷ്യരുടെ ഉള്ളിലെ ഇരുട്ടായിരുന്നോ? അതുതന്നെയാണ് ഈ സിനിമയെ സവിശേഷമാക്കുന്നതും. മൊത്തത്തിൽ പറഞ്ഞാൽ ഭൂതകാലം എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സിനിമയല്ല. ഒരു സ്ഥിരം ഹൊറർ ചിത്രം, ടിപ്പിക്കൽ ഹൊറർ ഫ്ലിക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിരാശരായേക്കാം. എന്നാൽ സൈക്കോളജിക്കൽ ടെൻഷൻ കലർന്ന ആഴത്തിലുള്ള റിയലിസ്റ്റിക്കായ ഇമോഷണൽ കഥകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ചിത്രം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്റെ റേറ്റിംഗ് 8/10. മനസ്സിനെ വേട്ടയാടുന്ന വൈകാരികമായ, ആഴത്തിൽ മാനുഷികമായ ഒരനുഭവം.